പറഞ്ഞല്ലോ അവർക്ക് എന്നാ ആകത്തിനെ സഹിപ്പിടിച്ചിനി ചേട്ടാ എടാ നായിന്റെ മോനെ നിങ്ങൾ എവിടെയാ? ഞാൻ നേട്ടെല്ലാം പറയാം. ഞങ്ങൾ രാത്രി വീട്ടിലോട്ട് വരാം. എടാ നീ എന്നാ കീഴോട്ട് ഇറങ്ങാൻ പോകണം. പോയി നോക്കാം. ഞാനും ഒറ്റയ്ക്ക് പോയാൽ മതി. എടാ പന്ന വലരെ ഈ കോപ്പിലെ പ്രശ്നം മൊത്തം ഉണ്ടാക്കി ചെയ്യാ. ഇനി ഞാൻ പറയുമ്പോൾ കേട്ടാ മതി കേട്ടോ. ബേബി നീ ഇപ്പൊ അയാളെ പോലെ സംസാരിച്ചോണ്ടിരിക്കുന്നേ. എവിടെ ആയിരുന്നടാ? ഞങ്ങളൊന്ന് ഒഴിവാക്കി തരണം. ഞങ്ങളാരും നിങ്ങളെ പോലെയോ നിങ്ങളുടെ കൂടെ ഉള്ളവരെ പോലെയോ ഗുണ്ടകളൊന്നും അല്ല. പഠിക്കാൻ വന്ന പിള്ളേരാ ഞങ്ങള്. പഠിക്കണ പോയിട്ട് ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും പറ്റണില്ല. നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ ഏതോ ബോംബിന്റെ മണ്ടയിലിരിക്കും പോലെയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ പോലെ ആയിപ്പോവും. ഞങ്ങൾക്ക് അത് വേണ്ട. ആദ്യമായിട്ട് തല്ലി കിട്ടിയതിന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ കണ്ടതും പരിചയപ്പെട്ടതും എല്ലാം. പക്ഷെ ഇത് ഇത്ര വലിയൊരു മാരണമാവുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. ചേട്ടാ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. അമ്പാൻ നമ്മുടെ കൂടെയുള്ള എല്ലാവരും 1 മണിക്കൂറിൽ വീട്ടിലെത്തണം. നീ എന്തോ ആലോചിക്കുന്നേ? വിടത്. എടാ ഒന്നും ചെയ്യാൻ ചാവണേക്കാൾ നല്ലതല്ലടാ ചാവാതിരിക്കാൻ വേണ്ടി കൊല്ലണത്. കൊല്ലാനാണ് എങ്ങനെയാ അയാളെ കൊല്ലുന്ന? പിന്നെ നിന്റെ വേറെ വഴിവല്ലോ ഉണ്ടാ? അയാൾ ഇതുവരെ ആരെയും തല്ലും നീ കണ്ടിട്ടുണ്ടോ? അപ്പൊ നീ ഇതെല്ലാം പ്ലാൻ ചെയ്തോണ്ടല്ലടാ വന്നത്? പ്ലാനൊന്നും ഇല്ലായിരുന്നു ഇതുവരെ.